നെയിൽ സ്റ്റുഡിയോനെ കുറിച്ച് അറിയുന്നത് ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ്. അപ്പോൾ തൊട്ട് ഞാൻ അവരുടെ ഓരോ വീഡിയോസും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററാണ് ഇന്ന് എനിക്കിതിനു വേണ്ടി ഇവിടെ ഏർപ്പാട് ചെയ്തത്. ഇന്ന് അനഘ ചേച്ചിയുടെ പുതിയ സ്റ്റുഡിയോയുടെ ഇനാഗ്രേഷനാണ്. അപ്പോൾ അതെനിക്ക് വളരെ ഭാഗ്യമാണ്. അവരുടെ ആദ്യത്തെ ബ്രൈഡായിട്ട് ഞാനാണ് ഇന്നിവിടെ ഒരുങ്ങിയത്. അപ്പോൾ വളരെ നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അനഘ ചേച്ചിയാണെങ്കിലും ജിനി ചേച്ചിയാണെങ്കിലും എല്ലാവരും വളരെ നന്നായിട്ടാണ് ഇടപെട്ടതും നന്നായി ഞങ്ങളെ കെയർ ചെയ്തു. എൻ്റെ ഓരോ കാര്യങ്ങളിൽ ഇപ്പോൾ ബൊക്കെയാണെങ്കിലും ചേച്ചി തന്നെ എന്നോട് റെഫറൻസ് ചോദിച്ചു. എനിക്കിഷ്ടമുള്ളൊരു ബൊക്കെ അതിൻ്റെ റെഫറൻസ് അയച്ചു കൊടുത്തു. അതിൽ വളരെ നല്ല ഭംഗിയായിട്ട് എനിക്കത് ചെയ്തു തന്നിട്ടുണ്ട്. ഇന്നൊരു ബ്രൈഡ് ഉണ്ട്. അമൂല്യ ഇന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഒരു ബ്രൈഡൽ സ്റ്റുഡിയോയുടെ ജേർണിയില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ബ്രൈഡ് ആയിരിക്കും അല്ലെ? ഒരു ബ്രൈഡിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് അത് വേറെ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്കും അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ബ്രൈഡിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അമൂല്യ, ഇറ്റ്സ് യു. അതിന് ചെറിയ സർപ്രൈസ് ആണ്. അമൂല്യ വിചാരിച്ചത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ട് അറിഞ്ഞ് എല്ലാവർക്കും വിശ്വസൊക്കെ അറിയിച്ച് ഓടിപ്പോയി കെട്ടിയേക്കാനായിരുന്നു അമൂല്യ വിചാരിച്ചത്. പക്ഷേ ഞങ്ങളിവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ അനഘാലിസിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബ്രൈഡ് ആയിട്ടുള്ള അമൂല്യയാണ് ഇന്ന് ഇവിടെ ഈ ഒരു റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗിവ് ഹർ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. Let's welcome our beautiful bride, Amelia. Thank you so much. അമൂല്യന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമാണ്. സ്വീകരിച്ചതിലും ഞങ്ങളോട് സഹകരിച്ചതിനും ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യാൻ വന്നു, അത്രമാത്രമേ എനിക്കറിയുള്ളൂ. അനഘ ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ പുതിയൊരു സ്റ്റുഡിയോൻ്റെ ഇനാഗ്രേഷനാണ്, ജസ്റ്റ് ഒന്ന് കാണണം, പ്രാർത്ഥിക്കണം. ഞാൻ അത്രയും വിചാരിച്ച് മാത്രമാണ് വന്നത്. ഇത്രയും വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ചേച്ചിക്ക് എല്ലാവിധ അഡ്വാൻസ് ആയിട്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുപോലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് രക്ഷിത മിശിഹ ഈ കടയുടെ പ്രകാശവും ഇവിടുത്തെ പ്രവർത്തകർക്ക് മാർഗദീപമായിരിക്കട്ടെ. സമ്പാദിക്കുവാൻ ആദിപിതാവായ ആദം വഴി ഞങ്ങളുടെ അരുൾഷിത കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ. ജീവിതയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ്സ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങയുടെയും അങ്ങയെ പ്രിയപുത്രൻ്റെയും മുഖത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവ് ഭവന പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്ന നിഷ്ഫലമാകുന്നു. കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവായ ദൈവമേ, മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ കട അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കണമേ. അങ്ങയുടെ വരദാനങ്ങൾ നൽകി ഈ കടയുടെ ഉടമസ്ഥരെയും ഇതിൽ ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. സത്യവും നീതിയും ഈ സ്ഥാപനത്തിൽ നിലനിൽക്കാൻ ഇടയാകട്ടെ. അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ.
നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഈ സ്ഥാപനം പാത്രമാവുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിന് നിദാനമാവുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ സ്ഥാപനത്തോടും ഇതിൽ ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശംസിഹായ്ക്ക് സ്തുതി. ബ്രൈഡൽ മെമ്മറീസിനെ കുറിച്ച് എന്താണ് അനഘ ചേച്ചിക്ക് പറയാനുള്ളതെന്ന് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടു കൂടി അനഘ ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഒരു ബ്രൈഡ് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടകയായി. ആരെ വെച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇവരോടെല്ലാവരോടും പറഞ്ഞു, നമുക്ക് അന്നൊരു ബ്രൈഡ് ഉണ്ട്, ഉച്ച കഴിഞ്ഞിട്ടാണ് കുട്ടിയുടെ കല്യാണം, നമുക്ക് അവിടെ തന്നെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ വേറൊരു സന്തോഷം, ആൽഫി നമ്മുടെ ഒരു ബ്രൈഡ് തന്നെയാണ്. 2024 ആൽഫിയുടെ കല്യാണം. ആൽഫി നമ്മുടെ ബ്രൈഡാണ്. ആൽഫിയാണ് നമുക്ക് ഇവിടെ MC ആയിട്ട് വന്നത്. അപ്പം ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഒരുപാട് ബ്രൈഡ്സ് അവർ നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പം ഇവർക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്തപ്പോൾ നിങ്ങൾ ഓർത്താൽ എന്തിനാണ് ഇവർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നത്? അനഘലിസ ടീമും ഡ്രൈവക്സ് ടീമും അഹോരാത്രം പണിയെടുപ്പിച്ചാണ് ഈ സ്ഥാപനം നമുക്കിപ്പം ഇങ്ങനെ ഈ ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയത്. എനിക്ക് ഇവരോടൊന്ന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. നന്ദി മാത്രം പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയിൽ എനിക്കൊന്ന് 99 തോന്നുന്നു വീട്ടിൽ ആദ്യമായിട്ട് മിഷൻ മേടിക്കുന്നത്. അപ്പോൾ അമ്മച്ചി സ്റ്റിച്ച് ചെയ്ത്, അപ്പം ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. അതായത് അമ്മച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും പെറ്റിക്കൂട്ടൊക്കെ അന്ന് തുന്നി തരുവാണ്.
അപ്പൊ അമ്മച്ചിയുടെ മിഷൻ അച്ചാച്ചൻ മേടിച്ചു കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യത്തെ ദിവസം തന്നെ അതിന്റെ സൂചി പൊട്ടിച്ചതാണ് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ശീലത്തിന്. പിന്നീട് ഇങ്ങോട്ട് ഞാൻ പലപ്പോഴും ആ മിഷൻ യൂസ് ചെയ്തു തന്നെത്താൻ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഫീൽഡിനോട് ഒരു പാഷൻ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് നമ്മള് വർഷങ്ങൾ കഴിഞ്ഞ് മാനന്തവാടിയിൽ അനകൻസ ബ്രൈഡൽ സ്റ്റുഡിയോ ഒന്ന് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ മേക്കപ്പ് തുടങ്ങി. ഞാൻ ബാംഗ്ലൂരിൽ തുടങ്ങിയിരുന്നു ആദ്യം. 2019 ഡിസംബറിൽ ഞാൻ ബാംഗ്ലൂരിൽ സ്ഥാപനം തുടങ്ങിയിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യ തന്നെയാണ് മാനന്തവാടിയിൽ വന്നപ്പോഴും എൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരാളിൽ തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്ന് 34 സ്റ്റാഫുണ്ട് നമുക്ക്. അനകൻസ മാനന്തവാടി സ്റ്റുഡിയോയും മാനന്തവാടി യൂണിറ്റും കൽപ്പറ്റ സ്റ്റുഡിയോയും 40 പേരുണ്ട്. 40 പേരിലേക്ക് നിൽക്കുന്ന ഈ ദിവസം. അപ്പം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി, കൂടെ നിന്നതിനും ചേർത്ത് നിർത്തിയതിനും. പിന്നെ ഇതിലെല്ലാം കൂടെ നിന്ന എല്ലാവരും, അതിനൊക്കെ പുറമെ സപ്പോർട്ടായി നിന്ന വീട്ടുകാര്, അച്ചാച്ചനമ്മച്ചി, ആൻറ്റി, ചേച്ചിമാര്, ശരത്ത്, ഡാഡി, മമ്മി, ചിഞ്ചു, ആശേജി, ഷായിച്ചേട്ടായി, വലിച്ചാച്ചൻ, ശോശാമ്മച്ചി, എല്ലാവരും. അതെനിക്ക് എടുത്തു പറയാനുള്ളത് മാനസ്, ആദർശ്, അഖില്, ഇവരെല്ലാം എപ്പോ വിളിച്ചാലും ബ്ലെസ്സിങ് കുട്ടൻ, ഇവരൊക്കെ ഞാൻ എപ്പോ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഷായിച്ചേട്ടായി, ആശേച്ചി, ചേച്ചിമാര്, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ തന്നെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അപ്പോഴും താങ്ങായി തണലായി സപ്പോർട്ടായി കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഞാനിതിന്റെ നെടുന്തൂണായി നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് തന്നത് ശരത്താണ്. എനിക്കൊന്ന് ശരത്തിന് 4 ദിവസമായി വീട്ടിൽ പോലും വന്നിട്ട് ഇവിടെ തന്നെ കിടന്ന് അവസാന നിമിഷമാണ് നമ്മൾക്ക് ഈ പണികളെല്ലാം തീർക്കാൻ പറ്റിയത്, ഈ ഒരു രീതിയിലെങ്കിലും ആക്കാൻ പറ്റിയത്. അപ്പം എന്താ പറയാ, 2-3 ദിവസമായി ഒരേ ഡ്രസ്സിലാണ് വന്നത്. ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞാൽ അത് മാറ്റാനും പോലും സമയവും സാഹചര്യവും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അതുപോലെ പിള്ളേരെല്ലാവരും ആരും വീട്ടിൽ പോലും പോയിട്ടില്ല. ഇന്നലെ രാത്രി ആരും ഉറങ്ങിയിട്ടില്ല. അപ്പം എല്ലാ സക്സസിന്റെ പുറകിലും ഒരു വലിയ സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ ഓർമ്മ വരുന്നത്. എന്താ പറയാ, എനിക്കറിയത്തില്ല. ഒത്തിരി നന്ദി. ഇനി സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഡാഡി, മമ്മി, ഞാൻ എപ്പോഴും ഏഞ്ചലോടും ജിഞ്ചലോടൊക്കെ ഞാൻ പറയും, എന്റെ 2 വീടും എനിക്ക് സ്വർഗമാണ്. കാരണം പൈമ്പിളി വീട്ടിലാണെങ്കിലും കൂളിയേരി വീട്ടിലാണെങ്കിലും ആരും ഒരിക്കലും എന്നോട് നീ എന്തിനാ ഈ ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ ഈ പിള്ളേരെ എല്ലാം കൂട്ടി നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊന്നും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ കെട്ടി വന്ന പെണ്ണല്ലേ, വീട്ടിലെ പണിയൊന്നും ചെയ്യാത്തില്ല. അതൊന്നും ഒരിക്കലും മമ്മി ഡാഡി എന്നെ ഒരു മരുമകളായിട്ടുള്ള മകളായിട്ട് എന്റെ ഡാഡി മമ്മിയൊക്കെ ആണെങ്കിലും ഇന്ന് വരെ കണ്ടിട്ടുള്ളതും. അപ്പം എല്ലാവരും സ്നേഹത്തിനും സപ്പോർട്ടും. 3 വർഷമായി. അവർക്ക് 3 മക്കളല്ല 5 മക്കളാണ് ഞാൻ ശരത്ത് എപ്പോഴും പറയും. കാരണം അവരുടെ മക്കളെ പോലെ തന്നെ ഞങ്ങളെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓരോ ദിവസവും സാധനങ്ങളെ കയറ്റാനും എല്ലാത്തിനും മുൻപിൽ നിന്ന് അങ്കിളും ആൻറ്റിയും സാധനങ്ങളെ കയറ്റാൻ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുണ്ടോ, ഞങ്ങൾ ഉറങ്ങിയോ എന്ന് അന്വേഷിച്ച് ഞങ്ങളെ പുറകെ നടന്ന് മക്കളെ നിങ്ങൾക്ക് പറ്റും. അതുപോലെ അക്ഷയ്, വർഷ, വേദ എല്ലാവരും ഓരോ നിമിഷവും കൂടെ ഉണ്ടായിരുന്നു. ഇവരൊരിക്കൽ പോലും ഞങ്ങളോട് നിങ്ങൾക്കിത് പറ്റില്ല, നിങ്ങൾ ഇട്ടിട്ട് പോയിക്കോ, അല്ലെങ്കിൽ വാടകത്താം എന്നൊരു വാക്ക് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്കിൾ എപ്പോഴും പറയും, നിങ്ങളെ കൊണ്ട് പറ്റും, ആ പിള്ളേര് ചെയ്തോളും. വർഷം ഇവിടെ ഉണ്ട്, പക്ഷെ അക്ഷയ്ക്കും വേദിക്കും വരാൻ പറ്റില്ല. അവരുടെ ഞങ്ങൾ പറഞ്ഞു, പക്ഷെ അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ അവരിവിടെ മനസ്സുകൊണ്ടില്ലെങ്കിലല്ല, ശരീരം കൊണ്ടില്ലെങ്കിലും മനസ്സുകൊണ്ടുണ്ടാവും. അതുപോലെ ആശിജി, ശച്ചത്തായി, അപ്പൊ എല്ലാവരോടും പിന്നെ ജിനിറ്റ, പ്രിൻസേട്ടായി, ഏത് പാദയാത്രയ്ക്കും എന്റെ കൂടെ മേക്കപ്പിന് ചേട്ടായി ഒരിക്കലും
ഞങ്ങളെ വിളിച്ചു പോലും അപ്പൂന്റെ കൊടുത്തല്ലേ എനിക്കറിയാം. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചേട്ടായി ഇത്രയും ദിവസവും ജിന്ത എന്റെ കൂടെ വന്നിട്ട് 4 വർഷമായി ജിന്തനെ ചേട്ടായി വിട്ടിട്ടുള്ളത്. ചേട്ടായി എന്ന വ്യക്തി അത്രയും മനസ്സിലാക്കി. പൊതുവെ ആൾക്കാർക്ക് കേൾക്കുമ്പം അത്ര ഇഷ്ടപ്പെടാത്ത പ്രൊഫഷനായിരിക്കും ചിലപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനർ എന്നൊക്കെ പറയുന്നു. പക്ഷെ ചേട്ടായി ഒരിക്കൽ പോലും മറ്റൊരു വാക്ക് പറഞ്ഞിട്ടില്ല.